രണ്ടാമത്തെ സെഷൻ ആരംഭിച്ചപ്പോൾ മോക്ക് പോളിനെ കുറിച്ചാണ് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയത്. മോക്ക് പോൾ നടന്നിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇലക്ഷന്റെ അന്ന് രാവിലെ 6 മണിക്ക് തന്നെ മോക്ക് പോൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് പോൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ അതിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. തിരഞ്ഞെടുപ്പ് ആരംഭിക്കേണ്ടത് എത്ര മണിക്കാണ്? 7 മണിക്ക് തന്നെ അത് ആരംഭിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തലേ ദിവസം നടത്തിയിരിക്കണം. മോക്ക് പോൾ 6 മണിക്ക് തന്നെ നടത്തി നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് കൺട്രോൾ യൂണിറ്റ് ക്ലോസ് റിസൾട്ട് ക്ലിയർ ചെയ്ത് സീൽ ചെയ്തിട്ട് വെച്ചിട്ടായിരിക്കണം നമ്മുടെ പോളിംഗ് ആരംഭിക്കേണ്ടത്. അപ്പോൾ പോളിംഗ് ആരംഭിക്കുമ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഡിക്ലറേഷൻ വായിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഒരു ഡിക്ലറേഷൻ വായിക്കണം എന്ന് പറഞ്ഞില്ല, ഒരു ഇച്ചിരി ഒന്ന് മാറി തരണം അല്ലേ? ഇങ്ങനെ ഈ ഡിക്ലറേഷൻ വായിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡിക്ലറേഷൻ? നമുക്ക് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഫോം നമുക്ക് നൽകിയിട്ടുണ്ടാകും. ഫോം സിംഗിൾസ് ആയിട്ടല്ല നൽകുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് മോഡലിൽ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് മുഴുവൻ ഒരു ബുക്കിലും, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫോംസ് മുഴുവൻ മറ്റൊരു ബുക്കിലും അല്ലെങ്കിൽ ഒരുമിച്ചുമൊക്കെ ആയിട്ട് നമുക്ക് തരും. നമ്മൾ അത് തുറന്നു നോക്കി നമ്മൾ ആവശ്യമുള്ള സാധനം എടുത്താൽ മതി. ഇത് പഴയത് നമ്മളൊന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇതാണ്. ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ പാർട്ട് 1 ഉണ്ട്. അങ്ങനെ അത് ഡിക്ലറേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിയുമ്പോൾ പോളിംഗ് ഏജൻസിന്റെ ഒപ്പൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്ത് തയ്യാറാക്കി വെക്കണം. മറ്റൊരു ഡിക്ലറേഷൻ ഉള്ളത് നമ്മുടെ ഭാഗ്യത്തിനെങ്ങാനും മെഷീൻ കേടായി, അത് നമ്മുടെ ഭാഗ്യമാണല്ലോ. അങ്ങനെ മെഷീൻ കേടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വേറെ ഒരു മെഷീൻ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡിക്ലറേഷൻ നടത്തണം. അതാണ് സബ്സിക്വന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ വന്നു കഴിയുമ്പോൾ നടത്തേണ്ട ആ ഒരു ഡിക്ലറേഷൻ. പിന്നെ ഒരു ഡിക്ലറേഷൻ നടത്താനുള്ളത് അവസാനം, എലക്ഷൻ അവസാനിക്കുമ്പോൾ എൻഡ് ഓഫ് ദ പോളിന്റെ ആ സമയത്ത് ഒരു ഡിക്ലറേഷൻ നടത്തണം. അങ്ങനെ ഡിക്ലറേഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. പ്രിസൈഡിംഗ് ഓഫീസർ വായിക്കേണ്ട ഡിക്ലറേഷൻ ആണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമോ? എന്തുവാ? EVM സീൽ ചെയ്യണം. കമൻസ്മെന്റ് ഓഫ് പോൾ. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. നമ്മുടെ ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വായിച്ച്. ഒന്നാമതായിട്ട് ഇൻഡെലിബിൾ ഇങ്ക്, അത് മറിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ ടേബിളിൽ വെക്കണം. പിന്നെ നല്ല വൈറ്റ് കളറിലെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂവിലേക്ക് അന്നത്തെ ദിവസം പോകാം. നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും കണക്ഷൻ അത് പ്രോംപ്റ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ കണക്ഷൻ അത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് എന്നുള്ള ശബ്ദത്തോടു കൂടി അത് ലോക്ക് വീഴും. അങ്ങനെ നല്ല രീതിയിൽ കണക്ഷൻ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് കൺട്രോൾ യൂണിറ്റ് പവർ ഓൺ ചെയ്യണം. അതാണ് എഴുതിയിരിക്കുന്നത്. സ്വിച്ച് ഓൺ, CU. ഒന്നുകൂടി ഉറപ്പാക്കണം. എന്തുവാണ്? മോക്ക് പോൾ കഴിഞ്ഞു, ക്ലിയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, മറന്നുപോകും. നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മോക്ക് പോൾ കഴിഞ്ഞിട്ട് അടുത്ത പോളങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു, പഴയ വോട്ടൊക്കെ അവിടെ കിടക്കുക. പിന്നെ കൗണ്ടിങ്ങിൻ്റെ അന്ന് വലിയ പ്രശ്നമാകും. കാരണം ഇത്ര വോട്ടർമാരെ വന്നിട്ടുള്ളൂ, 5 വോട്ട് കൂടുതൽ ആ മോക്ക് പോളിന്റെ. പിന്നെ കണക്ക് ശരിയാക്കണം,
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെയോ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഡയറി എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതില്ല ജാനുവരി ആകാൻ പോവുക, ഇപ്പം നവംബർ അവസാനിക്കാൻ പോവല്ലേ. ഇത് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കൂടിയാണ് ഇവിടെ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിയ പോളിംഗ് ഓഫീസേഴ്സ് ചോദിക്കുക, ഒരു ഡയറി അന്ന് ക്ലാസ് എടുത്തപ്പോൾ റബീഷ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡയറി ഇതേവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ഫോംസിന് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ലെന്ന്, അത് തിരിച്ചു അതിനല്ല, ആ ഒരു ഡയറി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് അവര് പറഞ്ഞത് ഈ ഇലക്ഷന് വേണ്ടി എന്തോ 2026 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയറി പോലെ ജാനുവരി മുതൽ ഡിസംബർ വരെ രേഖപ്പെടുത്തിയ. പക്ഷെ അങ്ങനെ ഉണ്ടായത്. ഇതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ഡയറി. ഇതിനകത്ത് നെയിം ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് തുടങ്ങി ഡേറ്റ് ഓഫ് പോൾ, പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ, പ്രൈവറ്റ് ബിൽഡിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ച്, വോട്ടിംഗ് മെഷീന്റെ നമ്പർ, കൺട്രോൾ യൂണിറ്റ് അതൊക്കെ ചോദിച്ച് താഴെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ 7 മണി 9 മണി വരെ ഇടയ്ക്കുള്ള സമയത്ത് എത്ര വോട്ട്, ആ 2 മണിക്കൂർ ഇടവിട്ടുള്ള വോട്ട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ച് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ ഇലക്ഷൻ പോളിംഗ് സ്റ്റേഷനിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ട ഫോമാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. അങ്ങനെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി ഒക്കെ തലേ ദിവസം നേരത്തെ പറഞ്ഞ കണക്ക് അതിന്റെ ഏറ്റവും ഫ്രണ്ടില് മുകളില് നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷൻ ആണ്, ആ പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ, ഏത് ബ്ലോക്ക് ആണോ, ഏത് ജില്ലയാണോ എന്നൊക്കെ എഴുതി വെക്കുക. പിന്നെ ഒരു വിസിറ്റ് ഷീറ്റും കൂടി നമുക്ക് കിട്ടും. ആ വിസിറ്റ് ഷീറ്റും റെഡിയാക്കി വെക്കണം. ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുക. പിന്നെയോ വാൺ അബൌട്ട് സീക്രസി ഓഫ് വോട്ടിംഗ്. വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലായതുകൊണ്ട് മുനിസിപ്പൽ നിയമം അനുസരിച്ച് ഒരു താക്കീതുണ്ട്. പോളിംഗിന്റെ രഹസ്യ സ്വഭാവം എല്ലാവരും പാലിക്കണം എന്ന് ഉള്ള വേർഡിങ്സോട് കൂടിയുള്ള നമുക്ക് തരുന്ന ആ സെന്റൻസ് നമ്മളൊന്ന് വായിച്ച് ഉറക്കെ കേൾപ്പിക്കണം. അങ്ങനെ നിശ്ചയിച്ച സമയത്ത് നമ്മുടെ ഇലക്ഷൻ ആരംഭിക്കുന്നു. ഇനി പറയുന്നത് എന്താണ്? പോളിംഗ് സ്റ്റേഷനിൽ ആർക്കൊക്കെ പ്രവേശനം. ഇനിയിപ്പോ പ്രിസൈഡിംഗ് ഓഫീസറുടെ അണ്ടറിലായി കഴിഞ്ഞു, ആരംഭിക്കുമല്ലേ. മൊത്തം പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലാണ്. ആരകത്തോട്ട് കയറാം? ഒന്നാമത് പറയുന്നത് വോട്ടർമാരുടെ കയറിയില്ല, പിന്നെ വോട്ടും ഇല്ലല്ലോ, പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാര്, നമ്മളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാര്, ചിലപ്പോൾ ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിരിക്കും എന്തെങ്കിലും കാര്യം അന്വേഷിച്ചുകൊണ്ട്, അപ്പൊ ഞങ്ങൾക്കും പ്രവേശിക്കാം. പിന്നെ പോളിംഗ് ഏജന്റ്, പിന്നെയോ സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ഏജന്റ്, അങ്ങനെ ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, മൊത്തം വായിക്കണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതല. അത് തലേ ദിവസം ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട, ഡിവൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. എന്നാലും രാവിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് കാരണം എല്ലാം ഒന്ന് വിശദമായിട്ട് പറയുകയാണ്. ആരാ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ? കൈ പൊക്കി. നമ്മളെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരുടെ ഡ്യൂട്ടിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് കയറി വരുന്ന ഒരു വോട്ടറെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ആ തിരിച്ചറിയേണ്ട ഉദ്യോഗസ്ഥൻ എവിടെ ഇരിക്കണം? ഇവിടെ ഇരിക്കണം. അല്ല ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അങ്ങേയറ്റത്ത് പോയിരിക്കരുത്. അപ്പോൾ വോട്ടർ നേരെ അവിടെ എത്തേണ്ടി വരും. ആ പ്രിസൈഡിംഗ് ഓഫീസറെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കുമ്പോൾ ഒരു വോട്ടർ കടന്നു വരുന്ന ആദ്യം കാണേണ്ട ഉദ്യോഗസ്ഥനാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഏത് മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ള, എന്ത് മാർക്ക് ചെയ്തിട്ടുള്ള, എന്തൊക്കെയോ മാർക്കിംഗ് ഉണ്ട്. അതിൽ ഒന്നാമത് വരാൻ സാധ്യത നമ്മളെ പോലെ ഉദ്യോഗസ്ഥന്മാര് പോസ്റ്റൽ ബാലറ്റിന് അപ്ലൈ ചെയ്ത് പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മാർക്കിംഗ് ഉണ്ടാവും. അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ BDOയുടെ നേതൃത്വത്തിൽ, ROയുടെ നേതൃത്വത്തിൽ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്തു വെക്കുന്നതാണ്. അപ്പൊ നമ്മളിരിക്കുന്ന ആ പോളിംഗ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു പോളിംഗ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നേരെ മാർക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ വോട്ട് ചെയ്യിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ മാർക്കിന്റെ അടിസ്ഥാനം.
അതുപോലെ തന്നെ പ്രവാസി പട്ടിക ഉണ്ടാകും. അപ്പൊ ഇന്നലെ ഒരു ചോദ്യം ഒരു സാറ് ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിൽ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇതേപോലെ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തു എന്ന് മാർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? വന്ന ഉദ്യോഗസ്ഥനാണ്, വന്ന ഒരു വോട്ട് ചെയ്തു എന്നും പറഞ്ഞ് കേട്ട് വിട്ടുവോ? പിന്നെയോ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹം വോട്ട് ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നും നമുക്കറിയണ്ട. പോസ്റ്റൽ ബാലറ്റ് ചിലപ്പോൾ വാങ്ങി വീട്ടിൽ വെച്ച് മറന്ന് എവിടെയെങ്കിലും ഇരുന്ന് പോയി കാണും, ഒക്കെ ശരി. പക്ഷെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടറെ നമ്മൾ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല. അതാണ് പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്ത് മാർക്ക് ചെയ്ത ആ മാർക്ക്ഡ് കോപ്പിയുമായിട്ടാണ് സാറിന്റെ പേര് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. അതെ, പിന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. അപ്പൊ സോണി സാറ് അങ്ങനെ ഇരിക്കുകയാണ്. മാർക്ക്ഡ് കോപ്പി ഉണ്ട്, പ്രവാസി വോട്ടർ പട്ടികയുണ്ട്. ഇനി പ്രവാസി വോട്ടർ പട്ടികയിലുള്ള ആരെങ്കിലും വന്നാൽ അവരുടെ ഡോക്യുമെന്റ് എന്തായിരിക്കും? പ്രവാസികൾ പോകുന്ന വിമാനത്തിലൊക്കെ കയറി പോവില്ലേ, അപ്പൊ അവർക്ക് എന്തുണ്ടാവും? പാസ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇത്രയും ഇതായിട്ടാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വോട്ടർ വന്ന് ID കാർഡ് കാണിക്കുന്നു, ചിലപ്പോൾ ഒരു സ്ലിപ്പ് കൊണ്ടുവരും. ഒന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന ഒരു സ്ലിപ്പ്, അതിനകത്ത് ഈ വരുന്ന വോട്ടർ ആ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ അല്ലെങ്കിൽ പാർട്ട് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അതാണ് ആ വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം. ചിലപ്പോൾ 450 ആകാം, 500 ആകാം. ആ വോട്ടർ പട്ടികയിൽ ആ സീരിയൽ നമ്പർ വെച്ച് നമുക്ക് നോക്കി അദ്ദേഹത്തിന്റെ ആ ഒരു കോളത്തിൽ മാർക്ക് ചെയ്യണം. ആര്? ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയണം പേരും അദ്ദേഹത്തിന്റെ സീരിയൽ നമ്പരും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അങ്ങനെ വോട്ടറെ തിരിച്ചറിഞ്ഞു വിടാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് വോട്ടറെ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായകമായിട്ട് കുറച്ച് തിരിച്ചറിയൽ രേഖകൾ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഈ പരിചയപ്പെടുത്തിയ രേഖകളൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഇലക്ഷന്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിക്കും, ഇന്ന ഡോക്യുമെന്റ്സ് രേഖകൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പൊ നമ്മൾ യൂഷ്വൽ ഏതൊക്കെയാ ഒന്ന് വായിച്ച, എല്ലാരും കൂടി വായിച്ച. ഒന്ന് എപ്പിക് കാർഡ്, അതെ, SSLC ബുക്ക് വിത്ത് ഫോട്ടോ, പിന്നെ ഇഷ്യൂഡ് വിതിൻ 6 years. ജാമ്പുവാന്റെ കാലത്ത് കൊടുത്തുവിട്ട ആ ഇതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കൂല, 6 months. പിന്നെയോ വിതിൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ID കാർഡ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ID കാർഡൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. മറ്റേ ഉണ്ട്, കേന്ദ്ര ഇലക്ഷന്റെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ID കാർഡ് ഉണ്ട്. പിന്നെ ഇപ്പൊ ചിലരൊക്കെ കൊണ്ടുവരും. ആ അക്ഷയയിൽ ചെന്ന് കഴിയുമ്പോൾ ആ വോട്ടർ പട്ടികയിലുള്ള അത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടി കൊടുത്തു വിടുന്നുണ്ട്. അതെന്തായാലും അത് നമുക്ക് നോക്കിയിട്ട് പരിഗണിക്കാം. ഇനി മാർക്ക്ഡ് കോപ്പി കയ്യിലുണ്ടല്ലോ. അതെ, എന്താ ചെയ്യേണ്ട? ഒരു വോട്ടർ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെട്ടു ഇദ്ദേഹം വോട്ടറാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ സീരിയൽ നമ്പർ അനുസരിച്ച് നമ്മൾ ആ കറക്റ്റ് പേജിൽ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ട് ഒരു വെട്ട് കൊടുക്കുകയാണ്. അതെങ്ങനെയാ വരയ്ക്കേണ്ടത്? ഡയഗണൽ കട്ടാണ്. താഴെ നിന്നും മുകളിലേക്ക് സുവർണാവസരം. വരുന്ന എല്ലാവർക്കും ഓരോ കട്ട് റെഡിങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെയോ ഈ വരുന്ന കൂട്ടത്തിൽ വനിതകൾ ഉണ്ടാകും. ഇവിടെ മാത്രമല്ല വനിതകൾ ഇല്ലാതുള്ളൂ, വോട്ട് ചെയ്യാൻ വനിതകൾ വരും. ആ വനിതകളാണ് എങ്കിൽ ഒരു വളയിട്ട് കൊടുക്കാം. കണ്ട ആ സീരിയൽ നമ്പർ. പിന്നെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ പറയുന്നുണ്ട് T മാർക്ക് ചെയ്യുക. അപ്പൊ സാറ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഏതാണ്ട് വളയുടെ മാലയാണ്. എന്താ പറഞ്ഞ ആ സീരിയൽ നമ്പറിന് ഒരു വളയിട്ട് കൊടുക്കുന്നു.
ഇനി ആ